പണ്ടൊരു ഗ്രാമത്തിൽ ഭഗവത് ചിന്തയിലും സേവനത്തിലും മുഴുകി ജീവിച്ചിരുന്ന ഒരു വൃദ്ധയുണ്ടായിരുന്നു. ധ്യാനവും പ്രാർത്ഥനയും എല്ലാവരോടുമുള്ള സ്നേഹവുമായിരുന്നു അവരുടെ ജീവിതം. അവരുടെ മധ്യകാലം അടുത്തപ്പോൾ യമരാജൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. വൃദ്ധ യമരാജനോട് ചോദിച്ചു, പ്രഭു, ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ? യമരാജൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, മാതേ, അങ്ങയുടെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ അങ്ങയെ നേരിട്ട് ധാമത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അത് സ്വർഗവുമല്ല നരകവുമല്ല, സാക്ഷാൽ നാരായണന്റെ ഇടമായ വൈകുണ്ഠത്തിലേക്ക്. ഇത് കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് സന്തോഷമായി. എങ്കിലും ഒരു ആഗ്രഹം അവർ യമരാജനോട് പറഞ്ഞു, അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് സ്വർഗവും നരകവും കാണാൻ സാധിക്കുമോ? തുടർന്ന് യമരാജൻ അതിന് സമ്മതിച്ചു. അദ്ദേഹം അവരെ ആദ്യം നരകത്തിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ കാഴ്ച കണ്ട് ആ വൃദ്ധ അത്ഭുതപ്പെട്ടുപോയി. ചുറ്റും നിലവിളികളും വേദനയും ഭയവും ഇരുട്ടും മാത്രം. ആളുകൾ വിശന്നു തളർന്ന് കരയുന്നു, പക്ഷേ മരിക്കാൻ സാധിക്കുന്നില്ല. അവിടുത്തെ നടുവിലായി ഏകദേശം 100 അടി ഉയരത്തിൽ ഒരു വലിയ പാത്രം തൂങ്ങിക്കിടപ്പുണ്ട്. അതിൽ നിന്നും അതീവ രുചികരമായ പായസത്തിന്റെ മണവും വരുന്നുണ്ടായിരുന്നു. താഴെയുള്ളവർ വിശപ്പ് സഹിക്കാനാവാതെ വലയുകയായിരുന്നു. വൃദ്ധ ഒരാളോട് ചോദിച്ചു, പുത്ര, ആ പായസം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾക്കതെടുത്ത് കഴിച്ചുകൂടെ? അയാൾ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, മാതേ, അതാണ് ഞങ്ങളുടെ ശാപം. ആ പാത്രം അത്രയും ഉയരത്തിലാണ്. ഞങ്ങളുടെ കൈവശം നീളമുള്ള തവികളുണ്ട്, പക്ഷേ അവ ഉപയോഗിച്ച് പായസം എടുത്ത് സ്വന്തം വായയിൽ എത്തിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ആ വൃദ്ധയ്ക്ക് അവരോട് സഹതാപം തോന്നി, പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് യമരാജൻ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴും വൃദ്ധ അത്ഭുതപ്പെട്ടുപോയി. അവിടെ സന്തോഷവും സംഗീതവും ചിരിയുമായിരുന്നു. എല്ലാവരും അതീവ തൃപ്തരായി കാണപ്പെട്ടു. പക്ഷേ അവിടെയും സാഹചര്യങ്ങൾ ഒന്നു തന്നെയായിരുന്നു. 100 അടി ഉയരത്തിൽ അതേ പാൽ പായസം, അതേ നീളമുള്ള തവികൾ, എന്നിട്ടും ആരും അവിടെ വിശന്നിരിക്കുന്നില്ല. വൃദ്ധ ഒരാളോട് ഇതിന്റെ രഹസ്യം ചോദിച്ചു. അപ്പോൾ ഒരു വയോധികൻ പുഞ്ചിരിയോടെ വന്നു പറഞ്ഞു, മാതേ, വ്യത്യാസം നമ്മുടെ ചിന്തയിലാണ്. നരകത്തിൽ എല്ലാവരും ഒറ്റയ്ക്ക് പാൽ പായസം കഴിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇവിടെ ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നു. ഓരോരുത്തരും നീളമുള്ള തവികൾ കൊണ്ട് പാൽ പായസം എടുത്ത് മറ്റൊരാളുടെ വായയിൽ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും വിശപ്പ് മാറുകയും എല്ലാവരും സന്തോഷവാന്മാരായി മാറുകയും ചെയ്യുന്നു. വൃദ്ധയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്വർഗവും നരകവും വേറെ എങ്ങുമല്ല, നമ്മുടെ ഉള്ളിലാണെന്ന് അന്ന് അവർക്ക് മനസ്സിലായി. സ്വാർത്ഥത നരകവും സഹകരണം സ്വർഗവുമാണ്. യമരാജൻ വൃദ്ധയോട് പറഞ്ഞു, മാതേ, അങ്ങ് ജീവിതകാലം മുഴുവൻ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും ഇതുതന്നെയാണ്, സ്നേഹവും സേവനവും. തുടർന്ന് വൃദ്ധ സന്തോഷത്തോടെ യമരാജന്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. യമരാജന്റെയും വൃദ്ധയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.